ഗൈസ് നമ്മളിപ്പം നരിയമ്പാറ കട്ടപ്പനയിലുള്ള നരിയമ്പാറയുള്ള ആ ഒരു കോളേജ് മല എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുക. അവിടെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ്, ഇതൊരു കോളേജായിരുന്നു പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കോളേജിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്, ക്ഷേത്രം, മുകളിൽ ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ ക്ഷേത്രക്കുളമാണിത്. അപ്പം ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ക്ഷേത്രക്കുളം എന്ന്. അപ്പം ഈ ക്ഷേത്രക്കുളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു പഴയ കോളേജിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വിശ്വസിക്കും ഇതൊക്കെ ഒരു കോളേജായിരുന്നു? ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈ മലയുടെ മുകൾ വശത്ത് ഇങ്ങനത്തെ ഒരു കോളേജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെയാണ്? നമ്മൾ വിജനമായ പ്രേതഭവനം പുറത്തിൽ കൂടെ നടക്കുന്ന പോലെയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ ക്ലാസ് മുറിയാണ് ഗൈസ് ഇതൊക്കെ കണ്ടോ. പണ്ടത്തെ ക്ലാസ് മുറിയാണ്. ക്ലാസ് മുറിയുടെ നടുവിൽ കൂടെ ഒരു മരം പോകുന്നു നോക്കി. എന്നാലേ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ക്ലാസ്സിന് ഇൻ്റർവെൽ സമയത്ത് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകുന്ന പോലെ അങ്ങനത്തെ ആൾക്കാർ ഇൻ്റർവെല്ലിന് പോയിക്കൊണ്ടിരുന്ന സ്പോട്ടിലൂടെയാണ് നമ്മൾ പോവുക. ഇതിലൂടെ പോയി കഴിയുമ്പോൾ തൊട്ടടുത്ത് ഒരു മലയാണ് ഗൈസ്, മല. അങ്ങോട്ട് പോകണമെന്നുണ്ട്. കുഴിയെല്ലാം ചാടായിരുന്ന ഭാഗ്യം. ഒന്നുണ്ടോ പറഞ്ഞു തീർന്നു. അതേ നോക്കി ഒരു ആനക്കുഴി. ഞാനും വന്ന് ഇതിൻ്റെ മുതുത്തിട്ട് കയറിയാ തീർന്ന് പെട്ടു. ഇവിടെ നോക്കി, ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത്. സൂപ്പറല്ലേ? എന്നാലോചിച്ച് നോക്കി, ഇവിടെ പഠിച്ചുകൊണ്ട സമയത്ത് പിള്ളേർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വൈബ് തന്നെയായിരിക്കും. അല്ല, ഞാൻ ആലോചിക്കാതെ ഞാനും ഇപ്പോഴത്തെ പ്രണയം പോലെ ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ അവിടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പ്രണയനൈരാശ്യം മൂലം എടുത്തിയാടി സൂസൈഡ് ചെയ്യാൻ പറ്റിയൊരു കോളേജാണ് ഇത്. ശരിയല്ലേ? ഇതൊക്കെ ചുമ്മാ തമാശ കേട്ടോ, വേറെ ഒന്നായിട്ട് കാണല്. ഇപ്പം നല്ല അടിപൊളി വൈബ് ഏരിയ ആണ് ഗൈസ്. സൂപ്പർ, കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ. അതും ഒരു കോളേജ്, പഴയൊരു കോളേജിന് വൈബ് അടിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിതാ അടുത്ത സ്പോട്ടിലോട്ട് ഇവിടുന്ന് മറ്റൊരു സൈഡിലോട്ട് പോവുകയാണ്. ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഹൊറർ സിനിമകളൊക്കെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ഫീലൊക്കെ തോന്നാറേ ഇല്ല. ഇപ്പോൾ മൊത്തം കാടി പിടിച്ച് കൊണ്ടുവരാണെങ്കിൽ കിടക്കും കേട്ടോ. പാമ്പൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കത് തോന്നുന്നില്ലേ. പുല്ല് മണിഞ്ഞ് ഒരു മലയുടെ മേടിന് മുകളിൽ ഉള്ളൊരു കോളേജിലാണ് നമ്മൾ നിൽക്കുക. നോക്കിയതേ ബോർഡൊക്കെ നോക്കി. പണ്ട് പിള്ളേർ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന ബോർഡാണ് ഗൈസ് ഈ കാണുന്നത്. ഇപ്പം അതിനകത്ത് അപ്പൂന്നോ അങ്ങോട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാവ്. അങ്ങനെ കോളേജ് മല എന്ന് പറയുന്ന പണ്ടത്തെ വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ഉണ്ട് കേട്ടോ, അങ്ങ് താഴെ വരെ വീണ്ടും അങ്ങോട്ട് അപ്പുറത്തോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് വന്ന് പോകാം. പിന്നെ വേറൊരു കാര്യം, നല്ല വെയിലുള്ള ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഈ മലയുടെ അവിടെ നിന്നുള്ള നല്ലൊരു സൂര്യൻ അസ്തമിക്കുന്ന നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും. ഇപ്പം നമ്മൾ വന്ന സമയത്ത് കുറച്ച് മോഡലുണ്ട് കേട്ടോ. അല്ലാത്ത സിറ്റുവേഷൻ വരുവാണെങ്കിൽ കുറച്ചുകൂടെ കിടക്കുന്നുണ്ട് ഗൈസ്. നോക്ക്, ഇതുണ്ടോ ഈ കാണുന്നതെല്ലാം ആ കോളേജിൻ്റെ സൈഡായിരുന്നു കേട്ടോ. ഇതെന്ത് അന്നത്തെ കാലത്ത് ഇപ്പം എന്ത് വലിയൊരു കോളേജായിരുന്നു ആലോചിച്ച് നോക്കി. വാവ്, വാട്ടെ മേല, നല്ല അടിപൊളി മൗണ്ടൻ അല്ലേ. സൂപ്പർ. ഇതിനെയാണ് നമ്മളൊക്കെ ഈ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കോളേജ് വൈബ് അടിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നെ അടിപൊളി ടൂറിസ്റ്റുകളായി മാറിയെന്നല്ലേ. നമ്മൾ പഠിക്കില്ല, പക്ഷേ നമുക്ക് ഫ്യൂച്ചറിലോട്ട് ഇപ്പോഴും ജീവിതം എൻജോയ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ കോളേജ് പറയുന്നത് തിരിച്ചു കയറുന്നു.